നമസ്കാരം. നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോൾ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് രാഹുലിന് നേരിടേണ്ടി വരുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 9ാം ദിവസത്തിലേക്ക് കടന്നിട്ടും രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്. അന്വേഷണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പഴയ പ്രസംഗം വീണ്ടും വിവാദമായത്. ഇതുതന്നെയാണ് രാഹുൽ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്ന വിമർശനം. 9 ദിവസമായി അദ്ദേഹം ഒളിവിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കി, നിങ്ങളുടെ എംഎൽഎ, ഒരു നാടിന്റെ എംഎൽഎ, ജനപ്രതിനിധി, അയാളെ കാണാനില്ല. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ കൊടുത്ത എംഎൽഎ ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്, പല പല വേഷത്തിൽ. ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതായിരുന്നു മുകേഷിനെതിരെ രാഹുൽ പറഞ്ഞത്. ഇങ്ങനെ മുകേഷിനെ കളിയാക്കിയ രാഹുൽ 10ാം പക്കമെങ്കിലും കീഴടങ്ങുമെന്നാണ് സോഷ്യൽ മീഡിയ പ്രതീക്ഷിക്കുന്നത്. ലൈംഗിക പീഡന കേസുകളിൽ കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 9 ദിവസമായി. നവംബർ 27-ന് അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി കൈമാറിയ നിമിഷം മുതൽ പാലക്കാട്ടെ എംഎൽഎ ഓഫീസ് പൂട്ടി മുങ്ങിയിരിക്കുകയാണ് മാങ്കൂട്ടത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ഈ ഒളിച്ചോട്ട്. ഇതോടെ തങ്ങളുടെ എംഎൽഎ എവിടെയാണെന്ന് അറിയാത്ത പ്രതിസന്ധിയിലായി പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളും. മാങ്കൂട്ടത്തിൽ കർണാടകയിലേക്ക് കടന്നുവന്ന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അറസ്റ്റ് ഭയന്ന സുഹൃത്തായ സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിൽ മുങ്ങിയതായാണ് പിന്നീട് വന്ന സൂചന. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. യാത്രക്കിടെ വാഹനവും മൊബൈൽ ഫോണും പലതവണ മാറ്റി. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ മാങ്കൂട്ടത്തിൽ സഹായം ചെയ്യുന്നതായും സംശയമുയർന്നു. മാങ്കൂട്ടത്തിലെ കണ്ടെത്തുന്നതിനായി അതിർത്തികളിൽ ഉൾപ്പെടെ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇതിനിടെ രാഹുൽ ഇന്ന് കേരളത്തിലെ കോടതികൾ എവിടെയെങ്കിലും കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹവും നിലനിൽക്കുകയാണ്. പിന്നാലെ തന്നെ ഇന്ന് ഉച്ചയോടെ ഹൈക്കോടതിയിലും അദ്ദേഹത്തിന് ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നതും. ഇതിനിടയിലാണ് പഴയ വീഡിയോ വൈറലാകുന്നതും. രാഹുലിന്റെ പഴയ വീഡിയോ ഇങ്ങനെയാണ്: ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന പ്രതിനിധി ഒളിച്ചു കളിക്കുകയാണെന്നും പറഞ്ഞ് അന്നു രാഹുൽ മുകേഷിനെ രൂക്ഷമായി വിമർശിച്ചു. ഈ വീഡിയോ ആണ് വീണ്ടും വൈറലാകുന്നത്. ഈ മുകേഷും ഗോവിന്ദച്ചാമിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണെന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യാസം എന്താ? ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു, മുകേഷ് പുറത്ത് കിടക്കുന്നു. എന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ, ഗോവിന്ദച്ചാമി CPMന്റെ MLA അല്ല. MLA ആയിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിക്കും MLA ബോർഡ് വെച്ച കാറിൽ പായാമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി, നിങ്ങളുടെ MLA, ഒരു നാടിന്റെ MLA, ജനപ്രതിനിധി, അയാളെ കാണാനില്ല. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്, പല പല വേഷത്തിൽ. ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ആവർത്തിച്ച് ആരോപണങ്ങളെ ശരശയ്യയിൽ കിടക്കുകയാണ് ബഹുമാനപ്പെട്ട MLA M മുകേഷ് എന്ന നടൻ. എന്ത് കാണിക്കുന്നുവെന്നത് അയാളുടെ കാര്യം, അത് നിയമത്തിന് വിടുന്നു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുസമൂഹത്തോട് മറുപടി പറയണം. ഇന്ന് നിങ്ങൾ ഈ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയുക? എത്ര ദിവസമാണ് MLA ബോർഡ് വെച്ച വാഹനം ഒഴിവാക്കി കിട്ടുന്ന വാഹനത്തിലൊക്കെ പോകുവാൻ സാധിക്കുക? മുകേഷിനെ കുറിച്ച് വന്ന ഏറ്റവും പുതിയ ആരോപണം MLA ബോർഡ് വയ്ക്കാതെ യാത്ര ചെയ്യുന്നത് വേറെ പല ഏർപ്പാടുകൾക്കും വേണ്ടിയെന്നാണ്. ഇന്ന് ആ ഏർപ്പാടുകളുടെ ഭാഗമായി ഒളിവിൽ കഴിയാൻ വീണ്ടും ആ MLA ബോർഡ് മാറ്റി. ഇയാളുടെ ഒരു സഹപ്രവർത്തക പറഞ്ഞത് അവരുടെ അമ്മയോട് അപമര്യാദയെ പെരുമാറിയെന്നാണ്. എത്ര ക്രൂരനായ കുറ്റവാളിയാണ് മുകേഷ് എന്നത് ഇത് കാണിക്കുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പ്രതികരിച്ചത്.